നമസ്തേ. തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പരമ്പരയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തൃപ്രങ്ങോട് പഞ്ചായത്തിൽ തൃപ്രങ്ങോട് വില്ലേജിലുള്ള തൃപ്രങ്ങോട് മഹാശിവക്ഷേത്രത്തിലാണ് ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപൂർവം ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃപ്രങ്ങോട് മഹാദേവ ക്ഷേത്രം. ശ്രീമൽ കുണ്ഠപുരേ വിരാജതി പരക്രോടെ ച തേജപരം നാവാനാത്മി എന്ന് പറഞ്ഞിട്ടൊരു വലിയ ശ്ലോകം ഇവിടെയുള്ള പഴയ കാലത്തെ പണ്ഡിതന്മാർ അവരുടെ രചന ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യം പറയാറുണ്ട്. അതിൽ പറയുന്ന പരക്രോടം എന്ന് പറയുന്ന സ്ഥലമാണ് തൃപ്രങ്ങോട്. അത് മലയാളീകരിച്ചു കഴിഞ്ഞാൽ അത് പറങ്ങോടനാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ തൃപ്രങ്ങോട് എന്ന പേര് തന്നെ ഈ ദേവൻ്റെ പരമശിവൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രം ആനപ്പള്ള മതിലോടുകൂടിയ വലിയ ഒരു മഹാക്ഷേത്രമായിരുന്നു. ഈ ക്ഷേത്രം ഇന്ന് കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ 62 ക്ഷേത്രങ്ങളിലെ ഒരു ക്ഷേത്രമാണ്. വെട്ടത്ത് നാട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പഴയ കാലത്ത് ഈ ക്ഷേത്രം വെട്ടത്ത് രാജാവിൻ്റെ ക്ഷത്രിയ വംശജരായ വെട്ടത്ത് രാജാവിൻ്റെ ഊരായ്മയിലുണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ്. അവരുടെ മഹാക്ഷേത്രങ്ങൾ അവർക്കും ഉണ്ടായിരുന്നു. അതിൽ 6 പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്ന് തൃപ്രങ്ങോട് മഹാദേവ ക്ഷേത്രമാണ്. മാർക്കണ്ഡേയനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഐതിഹ്യമുള്ളത്. എന്നുവെച്ചാൽ മൃഗണ്ടുമുനി, ഇവിടെ മൃഗണ്ടുമുനിയും മദ്രുവതി എന്ന പത്നിയും കൂടി ദീർഘകാലം സന്താന ലബ്ധിക്കായിട്ട് തപസ് അനുഷ്ഠിക്കുകയും അതിൽ മഹാദേവൻ പ്രീതിപ്പെടുകയും വരം നൽകുകയും ചെയ്തു. അപ്പോൾ ദീർഘായുസുള്ള ഒരു മന്ദബുദ്ധിയെ വേണോ അതോ അല്പായുസായ, അത് 16 വയസ്സുള്ള ഒരു നല്ല ദീർഘവീക്ഷണമുള്ള ഒരു കുട്ടിയെ വേണോ എന്നുള്ള ഒരു ചോദ്യത്തിൽ അവരാദ്യം ഒന്ന് പകച്ചുപോയെങ്കിലും ദീർഘായുസുള്ള ഒരു മന്ദബുദ്ധിയേക്കാൾ രണ്ടാമത് പറഞ്ഞാണ് നല്ലത് എന്നുള്ളതിൽ അതിന് സമ്മതിക്കുകയും അങ്ങനെ മാർക്കണ്ഡേയൻ ജനിക്കുകയും ചെയ്തു. മാർക്കണ്ഡേയൻ്റെ 16ാമത്തെ പിറന്നാൾ ദിവസം നാവാമുകുന്ദ ക്ഷേത്രത്തിൽ ഭജിക്കുന്നതിന് വേണ്ടി മാർക്കണ്ഡേയൻ പോയി. അപ്പോൾ കാലൻ പിന്നാലെ വന്ന് മാർക്കണ്ഡേയൻ നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുള്ളിലേക്ക് അഭയം പ്രാപിച്ച് കയറി. അപ്പോൾ നാവാമുകുന്ദൻ പറഞ്ഞു, നിന്നെ രക്ഷിക്കാൻ കാലനെ സംഹരിക്കാനും നിന്നെ രക്ഷിക്കാനും കാലനോട് ഏറ്റുമുട്ടാൻ ഞാനല്ല, മഹാദേവൻ്റെ അടുത്ത് പോകണം, അഭയം പ്രാപിക്കണം എന്ന് പറഞ്ഞ് പിന്നിലുള്ള നേരെ തൃപ്രങ്ങോട് അമ്പലത്തിലേക്ക്, അതായത് ശ്രീകോവിലിൻ്റെ നാവാമുകുന്ദ ശ്രീകോവിലിൻ്റെ പിന്നിലുള്ള വാതിലിലൂടെ പുറത്തോട്ട് ചാടി നാവാമുകുന്ദൻ തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കുറച്ച് കല്ലുകൾ കൊടുത്തു. കാലനടുത്ത് വരുമ്പോൾ എറിഞ്ഞുകൊള്ളാൻ പറഞ്ഞു. അപ്രകാരം വന്ന് നേരെ അഭയം പ്രാപിച്ചു. വരുന്ന വഴിക്കുള്ള ആല് മാർക്കണ്ഡേയന് വേണ്ടി 2ആയി പിളർന്ന് അതിനുള്ളിലൂടെ മാർക്കണ്ഡേയൻ വന്നു ശ്രീകോവിലിനുള്ളിലേക്ക് കയറി ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ചു. രക്ഷിക്കണം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. അപ്പോൾ കാലൻ കയറെറിഞ്ഞപ്പോൾ ശിവലിംഗവും മാർക്കണ്ഡേയനും ഒന്നിച്ചാണ് കോർത്തത്. അത് കാലൻ വലിച്ച പ്രകാരം ശിവലിംഗവും ഇളകി. ശിവലിംഗം ഇളകിയപ്പോൾ കോപാകുലനായ മഹാദേവൻ തൻ്റെ പ്രത്യക്ഷനായിട്ട് തൃശൂലം കൊണ്ട് കാലനെ നിഗ്രഹിച്ചു എന്നും ആ കാലനിഗ്രഹം ചെയ്ത ശൂലം ഇവിടെ തെക്കുഭാഗത്തുള്ള ശൂലം കഴുകിയ കുളം എന്നറിയപ്പെടുന്ന കുളത്തിൽ കഴുകുകയും ചെയ്തു എന്നൊരു സങ്കല്പം ഉണ്ട്. തെക്ക് ഭാഗത്തുള്ളൊരു കുളമുണ്ട്. അതിൽ ശൂലം കഴുകി പിന്നെ 3 അടി വെച്ചു. സാധാരണ ഒരു ക്ഷേത്രങ്ങളിലും ഈ ഒന്നിലധികം ശിവന്മാരുണ്ടാവില്ല. അത് തൃപ്രങ്ങോട് മഹാദേവ ക്ഷേത്രത്തിൽ മാത്രം പ്രാധാന്യമുള്ളതാണ്. 3 അടി വെച്ചു സ്വയംഭൂവായിട്ട് അവതരിച്ചു. പിന്നെ കാലനിഗ്രഹത്തിന് ശേഷം ഈ സ്വതേതന വിപ്രകോപിയാണ് മഹാദേവൻ. കാലനിഗ്രഹത്തിന് ശേഷം അമ്പലത്തിലെ തീർത്ഥക്കുളത്തിൽ നല്ലവണ്ണം വെള്ളം കോരി ഒഴിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം സാധാരണ ഞങ്ങളെ കൈരിക്കര കുടുംബത്തിലെ ഒരു വിപ്രബാലൻ മധ്യാഹ്ന സമയത്ത് തൊഴാൻ വരുന്ന സമയത്ത് ഇത് കാണാനിടയായി. അപ്പോൾ ഞാൻ കോരി ഒഴിക്കണമെന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. 2-3 പ്രാവശ്യം ഇത് ആവർത്തിച്ചു. 3-ാമത്തെ 4-ാമത്തെ ദിവസം കണ്ടപ്പോൾ വൃദ്ധനെ കണ്ടില്ല. അപ്പോൾ നിലവിളിയായി, മഹാലഹളയായി. അപ്പോൾ ശ്രീരാമത്തിനുള്ള അശരീരിയാണ് ഞാൻ തന്നെയാണ് വൃദ്ധൻ്റെ വേഷത്തിൽ വന്ന് ഈ വിഷയങ്ങളൊക്കെ ചെയ്തത്. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ദിവസേന വന്നിട്ട് എനിക്ക് ചെയ്തു തരണം.
ഇതാണ് ഇപ്പോഴത്തെ തൃപ്രങ്ങോട്ട് അമ്പലത്തിനെ പറ്റിയിട്ടുള്ള ഏകദേശം ഒരു AD 1793 മെയ് മാസം 24-ാം തീയതി ഒടുവിലെ രാജാവ് രാമവർമ്മ വലിയ ഒടുവിലെ വെട്ടത്ത് രാജാവ് രാമവർമ്മ വലിയ രാജാവ് കൊല്ലപ്പെട്ട ശേഷം ബ്രിട്ടീഷ് അധീനതയിലുണ്ടായിരുന്ന ഈ വെട്ടത്ത് നാട് അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാരിൽ നിന്നും കോഴിക്കോട് സാമൂതിരി രാജാവ് പാട്ടത്തിനെടുത്ത ശേഷമാണ് വെട്ടത്ത് നാട്ടിലെ ക്ഷേത്രങ്ങൾ പൂർണ്ണമായും അതിൻ്റെ ഊരായ്മ സ്ഥാനം കോഴിക്കോട് സാമൂതിരി രാജാവിന് ലഭിക്കുന്നത്. ഈ ക്ഷേത്രം പഴയ കാലത്ത് ആനപ്പള്ള മതിലോടുകൂടിയ പടിഞ്ഞാറ് ഭാഗത്തും കിഴക്ക് ഭാഗത്തും ഗോപുരങ്ങളോടുകൂടിയ അതിവലിയ ക്ഷേത്രമായിരുന്നു. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം, മാർക്കണ്ഡേയൻ്റെ ചരിത്രം കിടക്കുന്ന ക്ഷേത്രം, ഐതിഹ്യം ഉറങ്ങുന്ന ക്ഷേത്രം. എന്തുകൊണ്ടും ഈ മഹാക്ഷേത്രത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ഒതുങ്ങുന്നത്, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ഹൈദറിൻ്റെ പടയോട്ടക്കാലത്ത്, മൈസൂരിൻ്റെ പടയോട്ടക്കാലത്ത് ഒരു വലിയ അക്രമം അരങ്ങേറുകയുണ്ടായി. പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ഹൈദരാലിയുടെ പട ഈ ക്ഷേത്രത്തിനകത്തേക്ക് കയറി വരികയും ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരം പൂർണ്ണമായും തകർക്കുകയും അതുപോലെ ആനപ്പള്ള മതിൽ തകർത്തു, ഇവിടെ ഉണ്ടായിരുന്ന വിളക്കുമാടം തകർത്തു, അതുപോലെ തന്നെ വലിയ ശ്രീകോവിൽ തകർത്ത് അകത്ത് കയറിയ ഒരു വലിയ അക്രമ സംഭവം ഉണ്ടായിരുന്നു. അച്ഛൻ ഇവിടെ ശാന്തിയായിരുന്നു, എൻ്റെ അച്ഛൻ. അപ്പോൾ ഞാൻ എന്നും പുലർച്ചെ ഒന്ന് ഈ വലിയ കുളത്തിൽ കുളിച്ച് തൊഴുത് അങ്ങനെ പോയിരുന്ന ആളാണ്. അപ്പോൾ ഈ തകർന്ന ഗോപുരമൊക്കെ എനിക്കറിയാം. അതുപോലെ വിളക്കുമാടം ഇവിടെ ഉണ്ടായിരുന്നത് അതും തകർന്നിട്ട് കണ്ടിട്ടുണ്ട്. ഇത് പടയോട്ടക്കാലത്ത് അവരുടെ ഭാഗമായിട്ട് നാശം വരുത്തിയതാണ്. ഇവിടെ ഈ കുളം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, വളരെ തകർന്ന് ഈ മതിലുകളൊക്കെ തകർന്നിട്ടാണ് കിടന്നത്. ഇവിടുന്ന് അവിടുന്ന് മുതൽ എല്ലാ സ്ഥലവും മതിലൊക്കെ തകർന്നിട്ടായിരുന്നു. പിന്നീട് നമ്മുടെ അമ്പലത്തിൽ നിന്ന് ഒരു നാട്ടുകാരൊക്കെ ഇടപെട്ടിട്ടാണ് ഈ മതിൽ ഇങ്ങനെ കെട്ടിയിട്ടുള്ളത്. ഇവിടെ മൂലസ്ഥാനം കാരണത്തിൽ ശിവൻ, അതാണ് മാർക്കണ്ഡേയൻ ആ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്കാണ് ഓടിക്കയറിയെന്ന് ഐതിഹ്യമുള്ളത്. അങ്ങനെയാണ്. അപ്പോൾ അവിടുന്ന് കാരണത്തിൽ ശിവനെ ആദ്യം വണങ്ങി, അത് കഴിഞ്ഞ് 3 തൃപ്പാദങ്ങൾ വണങ്ങി, നേരെ പിന്നിലുള്ള വേട്ടയക്കാരനെയും ഭദ്രകാളിയും തൊഴുത്, അയ്യപ്പനെ തൊഴുത്, പ്രദക്ഷിണം വെച്ചിട്ട് അയ്യപ്പനെ തൊഴുത്, ഗോശാലകൃഷ്ണൻ, രക്ഷസ്, അതിന് അടുത്താണ് ശൂലം കഴുകിയ കുളം. ശൂലം കഴുകിയ കുളത്തിൻ്റെ അങ്ങോട്ട് പോവില്ല, അശുദ്ധമാവുന്നുള്ളതുകൊണ്ട് നമ്മൾ മതിലകത്തുനിന്ന് തൊഴുത് അത് വണങ്ങി നേരെ തിരിച്ച് ക്ഷേത്രത്തിന് അകത്ത് കയറി പുറത്തേക്ക് ഇറങ്ങുന്നത് നാവാമുകുന്ദനെയും കൂടി വണങ്ങിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെയാണ് ഇവിടെ തൊഴാനുള്ള ഒരു ക്രമം എന്ന് പറയപ്പെടുന്നു. തൃപ്രങ്ങോട് മഹാശിവക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ പിറകിലായിട്ട് ഈ കാണുന്നത് വളരെ പുരാതന കാലം തൊട്ട് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ഗംഭീര ഗോപുരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇവിടെ പറയപ്പെടുന്നത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട ഗോപുര അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഗോപുരം, അതേപോലെ തന്നെ തൊട്ടടുത്ത് ഒരു കൂത്തമ്പലം, അങ്ങനെ ഒരുപാട് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഗാംഭീര്യം വിളിച്ചോതുന്ന ഒരുപാട് സ്മാരകങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളാണ് ഇപ്പം നിലവിലുള്ളത്. അതേപോലെ തന്നെ ഇവിടെ പണ്ട് കൊടിമരം ഉണ്ടായിരുന്നു, പിന്നീട് അത് കാലഹരണപ്പെട്ടു, നാമാവശേഷമായി. പിന്നീട് ക്ഷേത്ര കമ്മിറ്റിയുടെയും ദേവസ്വത്തിൻ്റെയും എല്ലാവരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ ഈ കാണുന്ന നമ്മുടെ കൊടിമരം, അതേപോലെ തന്നെ ചുറ്റുമതിൽ, അങ്ങനെയുള്ള ഒരുപാട് പുതിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ക്ഷേത്രം പഴയ കാലത്ത് ഓലമേഞ്ഞ ഒരു ക്ഷേത്രമായിരുന്നു. പിൽക്കാലത്താണ് അത് പുനരുദ്ധാരണം ചെയ്തത്. ഇപ്പോൾ ആനപ്പള്ള മതിലൊക്കെ പൂർണ്ണമായിട്ടും പുനരുദ്ധാരണം ചെയ്തിട്ടുണ്ട്. അതേസമയം പഴയ കാലത്ത് ഹൈദറിൻ്റെ പടയോട്ടക്കാലത്ത് ഹൈദറിൻ്റെ 2ാം വരവിലാണ് ഈ ക്ഷേത്രം ആക്രമിക്കുന്നത്. ആദ്യ വരവിൽ വെട്ടത്ത് നാട്ടിലെ ഒരു ക്ഷേത്രത്തിനും ഹൈദരാലിയുടെ ഭാഗത്തു നിന്നും അക്രമമുണ്ടായില്ല.
ജൂൺ മാസം 26-ാം തീയതി കോയമ്പത്തൂരിലേക്ക് മടങ്ങിയ ഹൈദരാലി ജൂലൈ മാസത്തിലാണ് ഇവിടേക്ക് മടങ്ങി വന്ന് ഈ ക്ഷേത്രവും ഉൾപ്പെടെയുള്ള വെട്ടത്ത് നാട്ടിലെ സകല ക്ഷേത്രങ്ങളും തകർത്ത കൂട്ടത്തിൽ ഈ ക്ഷേത്രവും തകർക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്തെ ഗോപുരം പൂർണ്ണമായും തകർത്തതിൻ്റെ തറ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ തറയോട് ചേർന്ന് തന്നെ ഇവിടെ പഴയ കാലത്ത് കൂത്തു നടന്നിരുന്നു. ഇരു മഹാക്ഷേത്രങ്ങളിലാണ് അതൊക്കെ ഉണ്ടാവുക. കൂത്തു നടന്നിരുന്നു. ആ കൂത്തമ്പലം തകർത്തു. അതിനപ്പുറത്ത് കാരണത്തിൽ ശിവൻ ഇവിടുത്തെ മൂലസ്ഥാനമാണ്. അവിടെയുണ്ട് തകർക്കപ്പെടലിൻ്റെ അടയാളം ഇന്നും അവശേഷിച്ച് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗം വിളക്കുമാടത്തറ കാണാം. പഴയ കാലത്ത് ലക്ഷം വിളക്ക് തെളിയിച്ചിരുന്ന ഒരു വിളക്കുമാടം ഉണ്ടായിരുന്നു. ആ വിളക്കുമാടം തകർത്തു. അതിൻ്റെ അവശിഷ്ടവും നമുക്ക് കാണാം. ഗോപുരത്തറ കാണാം. ഇവിടെ ഇതിൻ്റെ പഴമ എന്ന് പറയുമ്പോൾ മാർക്കണ്ഡേയനെ പറ്റി പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആർക്കിയോളജി വകുപ്പിന് പോലും സത്യത്തിൽ ഇതിൻ്റെ ഒരു കാലപ്പഴക്കം നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുക. അപ്പോൾ അത് സഹസ്രാബ്ദങ്ങളുടെ പഴക്കം എന്ന് തന്നെ പറയാം. സഹസ്രാബ്ദങ്ങൾ എന്ന് പറയാം, കൃത്യമായിട്ട് ഗണിക്കപ്പെടാത്തതുകൊണ്ട് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. ഇവിടെ കാണുന്ന വിളക്കുമാടം, അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കിഴക്ക് ഭാഗത്തെ ഗോപുരത്തിന് പോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഗോപുരം ഉണ്ടായിരുന്നു പറയപ്പെടുന്നു. അതുപോലെ ഒരു കൂത്തമ്പലം, ഇതൊക്കെ അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളുണ്ട്. പറയപ്പെടലല്ല, ഇതൊക്കെ കൃത്യമായ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും കാണാം. കാലനെ നിഗ്രഹിച്ച ശ്രീ പരമേശ്വരൻ രക്തം പുരണ്ട ശൂലം ഇവിടെയാണ്, ഈ കുളത്തിലാണ് കഴുകിയത് എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിലെ ഈ കുളമാണെങ്കിൽ ഈ കുളം ആളുകൾക്ക് കാണാനോ മറ്റോ സാധിക്കുകയല്ലാതെ ഈ കുളത്തിലേക്ക് പ്രവേശനമൊന്നുമില്ല. ചില സമയങ്ങളിൽ ഈ കുളത്തിലെ വെള്ളം രക്തവർണ്ണമായിരിക്കും എന്നുള്ളതാണ് ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത. തുപ്രങ്ങോട്ടപ്പനെ മനമൊരുക്കി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ഫലസിദ്ധി ഉടനടി കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രാധാന്യം. ചൈതന്യത്തിൻ്റെ ശക്തി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് വിവിധ ജാതി മതസ്ഥരെല്ലാം തുപ്രങ്ങോട് അമ്പലത്തിൽ ധാരാളം വഴിപാടുകൾ കഴിക്കുന്നതും അവർക്കതിൻ്റെ ഫലസിദ്ധി കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം. ധാരാളം ഞങ്ങൾ തന്നെ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ട് നമ്മളിവിടെ ധാരാളം വഴിപാടുകൾ അവർക്ക് വേണ്ടിയിട്ട് കഴിക്കാറുണ്ട്. സർവ്വമതസ്ഥരും ഒരുപാട് പേര് അമ്പലത്തിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റാത്ത ആൾക്കാരെല്ലാം പുറത്ത് നിന്നിട്ട് ഇവിടെ വഴിപാടുകൾ ധാരാളം കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹം വൈകുന്ന ആളുകൾ ഉമാമഹേശ്വര പൂജ കഴിച്ചിട്ട് ധാരാളം പേരുടെ വിവാഹം നടന്നതായിട്ട് തെളിവുകളുണ്ട്. അങ്ങനെ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണുന്ന ഭാഗത്ത് ഒരു കാടായിരുന്നു. ആ കാട്ടിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഇങ്ങനെ ഒരു കാളയുടെ തല കാണുമായിരുന്നു. അവിടെ ഞങ്ങളൊക്കെ പോയി തൊഴും. പിന്നെ ഒരു പ്രശ്നം വയ്ക്കലും അതിൻ്റെ പരിഹാരങ്ങളൊക്കെ കഴിഞ്ഞ് കലശം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മണ്ണപ്പത്തറയിലേക്ക് എടുത്ത് മാറ്റി വെച്ചതാണ്, പ്രതിഷ്ഠിച്ചതാണ് ആ കാളേനെ. പൂർവികർ ഇങ്ങനെ പറഞ്ഞ അന്നത്തെ കാലത്ത് ഈ മാപ്പിള ലഹളക്കാലത്ത് അങ്ങനെ മൺമറഞ്ഞു പോയിട്ട് അവിടുന്ന് ഭഗവാന്റെ ചൈതന്യം കൊണ്ട് തല കാണിച്ചു തന്നതാണെന്നാണ് ഞങ്ങൾ അമ്മയൊക്കെ ആയിട്ടുള്ള കാലത്ത് പറഞ്ഞെന്നുള്ളത്. തൃപ്രങ്ങോട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ ലക്ഷം വിളക്ക് തെളിയിച്ചിരുന്ന വിളക്കുമാടം സ്ഥിതി ചെയ്തിരുന്ന ഒരു സ്ഥലമാണിത്. ഇത് ഹൈദറിൻ്റെ പടയോട്ടക്കാലത്ത് വിളക്കുമാടം പൂർണ്ണമായും തകർത്തു. ഇപ്പോൾ ഈ വിളക്കുമാടത്തിൻ്റെ തറ മാത്രമാണ് നമുക്ക് ഇവിടെ അവശേഷിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. മാർക്കണ്ഡേയനെ ബന്ധപ്പെട്ടിട്ട് കാലനിഗ്രഹം കഴിച്ച ക്ഷേത്രം ഇവിടെയാണെന്നാണ് വിശ്വസിച്ച് വരുന്നത്. ശിവൻ്റെ തൊട്ടടുത്ത് പാർവതി ദേവിയുണ്ട്, ഉള്ളിൽ തന്നെ ഗണപതിയുണ്ട്, പിന്നെ പുറത്ത് അയ്യപ്പൻ്റെ അമ്പലമുണ്ട്, ഗോശാലകൃഷ്ണൻ ശ്രീകൃഷ്ണൻ്റെ അങ്ങനെ എല്ലാവിധ അമ്പലങ്ങളും ഇതിനകത്തുണ്ട്. പിന്നെ ഇവിടെ ഭക്തർ വന്ന് പ്രാർത്ഥിച്ചാൽ അവരെ കൈവിടാത്ത, ഇപ്പോൾ മാർക്കണ്ഡേയൻ്റെ പോലെ കൈവിടാതെ തുപ്രങ്ങോട്ടപ്പൻ കാത്തോളും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം വരുന്ന ഭക്തർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ഭക്തർ എത്തുന്ന
ഒരുപാട് ഭക്തർ വന്ന് പ്രാർത്ഥിക്കുന്ന ക്ഷേത്രം കൂടിയാണ് തൃപ്രങ്ങോട് മഹാശിവക്ഷേത്രം. ഇവിടെ പ്രധാന വഴിപാടുകളായിട്ട് മൃത്യുഞ്ജോമം, ശംഖാഭിഷേകം, ധാര, കർഗഹോമം, അങ്ങനെ ഒരു ധാരാളം വഴിപാടുകളുണ്ട്. ഇതിൽ നമ്മൾ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മൃത്യു രക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ മൃത്യുഞ്ജോമം വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ്. ഇവിടെ ദേശത്തു നിന്നും പുറത്തു നിന്നും മറ്റ് ഓൺലൈനായും ബാക്കിയുള്ളതായും ഇത്തരം വഴിപാടുകൾ ധാരാളം ഇവിടെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്, ചെയ്യുന്നുണ്ട്. ശംഖാഭിഷേകം മുതലുള്ള തന്ത്രിമാർ മാത്രം ചെയ്യുന്ന വഴിപാടുകൾക്ക് അവർക്ക് അശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ അത് മുടങ്ങാറുള്ളൂ. ബാക്കിയുള്ള എല്ലാ ദിവസവും എല്ലാ തന്ത്രിമാരും വന്ന് പൂജാവിധികൾ നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് തൃപ്രങ്ങോട് മഹാശിവക്ഷേത്രം. തൃപ്രങ്ങോട് ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് കാണുന്ന ക്ഷേത്രക്കുളമാണിത്. ഈ കുളം 3 പോർഷനായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പണ്ട് കാലങ്ങളിൽ ആദ്യം ഈ ഒരു ഭാഗത്തുനിന്ന് കുളിച്ച് ഇത് ക്ഷേത്ര തീർത്ഥമായിട്ട് സങ്കല്പിക്കുന്ന ഭാഗമാണ്. ഇവിടെ വന്ന് കുളിച്ച് അങ്ങനെയാണ് ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങൾക്ക് വേണ്ടി പോകാറുള്ളത്. ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകോവിലിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒരു താഴെക്കൂടെ ഒരു തുരങ്കമുണ്ടെന്ന് സാങ്കല്പിക തുരങ്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന തീർത്ഥം യഥാക്രമം ഇവിടെ എത്തുന്നു എന്നാണ് സങ്കല്പം. അതുകൊണ്ട് ഇതിൽ മറ്റുള്ളവർക്കും മറ്റുള്ള ജനങ്ങൾക്കും ഇനിയിപ്പോൾ നമ്പൂരിമാരാണെങ്കിലും കുളിക്കുന്നുണ്ടെങ്കിൽ സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിച്ച് കുളിക്കാറില്ല, തീർത്ഥമായിട്ട് തന്നെ കാണണം. പിന്നെ പണ്ട് കാലങ്ങളിൽ മുനിമാർ തപസ് ചെയ്തിരുന്ന യാഗം ചെയ്തിരുന്ന യാഗകുണ്ടാണെന്നും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് വെള്ളത്തിന് ഈ കളർ വ്യത്യാസം, അടിയിൽ ഫുള്ള് കരിയാണ്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ തറയാണിത്. ഇത് ഏതാണ്ട് 5 അടി ഉയരമാണുള്ളത്, ഈ തറ മാത്രം. ഇതിൻ്റെ മീതെ 2 നിലയിലുള്ള ഒരു കെട്ടിടമായിരുന്നു, ഒരു നിർമ്മാണ പ്രവർത്തനം കൂടി ഉൾപ്പെട്ടതായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം. ഈ ഗോപുരമാണ് ഹൈദറിൻ്റെ പടയോട്ടക്കാലത്ത് പൂർണ്ണമായും തകർത്തത്. ഈ തകർത്തതിൻ്റെ അവശിഷ്ടം മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, തറ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. നോക്കൂ, എത്ര വലിയ ഒരു ഗോപുരമായിരിക്കാം ഇത്. ഇതിൻ്റെ നേരെ കിഴക്ക് ഭാഗത്ത് സമാന രീതിയിലുള്ള ഗോപുരം കാണാം. അതേ ഗോപുരമായിരുന്നു ഇവിടെയും ഉണ്ടായിരുന്നത്. തൃപ്രങ്ങോട് മഹാദേവ ക്ഷേത്രത്തിലെ കൂത്തമ്പലം സ്ഥിതി ചെയ്തിരുന്നത് ഇവിടെയാണ്. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അവിടെയുള്ള ഗോപുരത്തറയോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ കൂത്തമ്പലം സ്ഥിതി ചെയ്തിരുന്നത്. ഇത് ഹൈദറിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ടതാണ് ഈ കൂത്തമ്പലം. ഈ കൂത്തമ്പലത്തിൻ്റെ തറ മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ശിവൻ 5 ശ്രീകോവിലാണ്, 5 ശിവൻ്റെ അമ്പലങ്ങളാണ്. അതിൽ 4 ശിവൻ ലിംഗരൂപത്തിലും 5ാമത് സ്വയംഭുവായിട്ടുമാണ്. തൃപ്രങ്ങോട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ കാരണത്തിൽ ശിവക്ഷേത്രം നമ്മൾ കണ്ടു. ആ കാരണത്തിൽ ശിവക്ഷേത്രത്തിൻ്റെ തെക്കു ഭാഗത്ത് 3 ചെറിയ ഉപക്ഷേത്രങ്ങളായി ശിവക്ഷേത്രങ്ങളുണ്ട്. അതിൻ്റെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്ത് നാവാമുകുന്ദൻ്റെ ഒരു ക്ഷേത്രവുമുണ്ട്. ഈ ക്ഷേത്രത്തിൽ കാരണത്തിൽ ശിവൻ്റെ തെക്ക് ഭാഗമുള്ള 3 ഉപശിവക്ഷേത്രത്തിൻ്റെ പേരുകൾ ശിവപാദം 1, ശിവപാദം 2, ശിവപാദം 3 എന്നാണ്. ഈ ക്ഷേത്രത്തിലേക്ക് ഓടി വന്ന, മരണഭീതിയോടുകൂടി ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി വന്ന മാർക്കണ്ഡേയൻ ശിവഭഗവാനെ കെട്ടിപ്പിടിച്ചു. ഈ കെട്ടിപ്പിടിച്ചിട്ടും ഇത് കണ്ടിട്ടും കാലഭഗവാൻ തൻ്റെ പാശം മാർക്കണ്ഡേയൻ്റെ നേർക്കെറിയാണ്. മാർക്കണ്ഡേയൻ്റെ നേർക്കെറിയുമ്പോൾ കാലപാശം ശിവലിംഗത്തിൽ തട്ടി. ഈ ശിവലിംഗത്തിൽ കാലപാശം തട്ടിയതോടു കൂടിയിട്ട് ശിവഭഗവാൻ കോപിക്കുകയും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് ശൂലമെടുത്തിട്ട് താണ്ഡവമാടി എന്നുള്ളതാണ്. കാലനെ വധിച്ച ശേഷം രക്തം പുരണ്ട ആ ശൂലമെടുത്ത് താണ്ഡവമാടി 1ാമത്തെ പാദം വെച്ച ഒരു ഭാഗമാണിത്. 2ാമത്തെ പാദം വെച്ച ഭാഗമാണ് തൊട്ടു പിന്നിലുള്ള 2ാമത്തെ ക്ഷേത്രം. 3ാമത്തെ പാദം വെച്ച ഭാഗമാണ് അത്. അതിനുശേഷമാണ് ശിവഭഗവാൻ രക്തം പുരണ്ട ശൂലം കഴുകാൻ തെക്ക് ഭാഗത്തേക്ക് പോകുന്നത്. അവിടെ ഒരു കുളമുണ്ട്. ഈ കാരണത്തിൽ ശിവനാണ്
പ്രധാനമായിട്ടും ഇതിൻ്റെ മൂലസ്ഥാനമായി കരുതപ്പെടുന്നത്. എല്ലാ ക്ഷേത്രങ്ങളും പടിഞ്ഞാറോട്ട് ദർശനമായി കിടക്കുന്ന ക്ഷേത്രങ്ങളാണ്. വൃദ്ധന്മാർ ഒരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ, ചത്തുകൊള്ളുവതിനേതുമില്ല കാലനും അതുമില്ല എന്നെല്ലാം പറഞ്ഞ് ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹാസ്യ കവിതയുണ്ട്. ആ കവിത കുഞ്ചൻ നമ്പ്യാരാണ് എഴുതിയിരിക്കുന്നത്. കാലനില്ലാത്ത കാലം എന്നാണ് ആ കവിതയുടെ പേര്, പ്രസിദ്ധമാണ്. കുഞ്ചൻ നമ്പ്യാർ ആ കവിത എഴുതുന്നത്, കാലനില്ലാത്ത കാലം എന്ന കവിത എഴുതുന്നത് അതിന് ആധാരമായത് തൃപ്രങ്ങോട് മഹാദേവ ക്ഷേത്രത്തിൽ തൃപ്രങ്ങോട് മഹാദേവൻ ശ്രീ പരമേശ്വരൻ മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാലനെ വധിച്ച കഥയുമായി ബന്ധപ്പെട്ടാണ്. ഇന്നും തന്ത്രിമാർ തന്നെയാണ് ശംഖാഭിഷേകം നടത്തുന്നത്. തന്ത്രിമാർ നേരിട്ട് വന്നിട്ടാണ്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകത എന്നാൽ ഇവിടെ കാരണത്തിൽ ശിവൻ എന്ന പ്രതിഷ്ഠയും അകത്ത് സ്വയംഭൂവാണ്. ഈ സ്വയംഭൂ ശിവൻ്റെ താപം, അത് കോപം ശമിക്കുന്നതിനായിട്ട് തൊട്ടടുത്ത് പാർവതിയെ കുടികൊള്ളിച്ചു. പാർവതി സമേതനായ ശിവൻ പല ക്ഷേത്രങ്ങളിലും പാർവതി സങ്കല്പം ഉണ്ടാവുള്ളൂ. ഇവിടെ പാർവതി സമേതനായ ശിവനാണ്. അത് ആ ഒരു കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് അങ്ങനെ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദൈവപ്രതിഷ്ഠ കഴിഞ്ഞു, അതോടുകൂടി ഉത്സവം കഴിഞ്ഞു. ഇപ്പോൾ ധനുമാസത്തെ തിരുവാതിര ആറാട്ടോട് കൂടിയിട്ടാണ്. അപ്പോൾ തിരുനാവായി ആണെങ്കിൽ കൊടി കയറി കണി കാണുകയാണ്. ഇവിടെ ആറാട്ടിനാണ് പ്രാധാന്യം, തിരുവാതിരയ്ക്ക് ആറാട്ട്. അതിൻ്റെ 8 ദിവസം മുമ്പെയാണ് ഉത്സവം തുടങ്ങുക. തകർച്ചയിൽ നിന്നെല്ലാം നമുക്ക് ഉയർത്തെണീറ്റ് വരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃപ്രങ്ങോട് ശിവക്ഷേത്രം പോലെ കേരളത്തിലെ 108 മഹാശിവക്ഷേത്രങ്ങളിലൊന്നായ ഈ തൃപ്രങ്ങോട് മഹാശിവക്ഷേത്രം ഇന്ന് ഈ കാണുന്ന അവസ്ഥയിൽ എത്തിയത് തന്നെ പുരാതനമായിട്ടുള്ള തകർച്ചയിൽ നിന്ന്, എന്തായിരുന്നാലും അതിൽ നിന്നൊക്കെ ഉയർത്തെണീറ്റ് വന്ന് ഇന്ന് ഈ കാണുന്ന രീതിയിൽ കുറേ വളർച്ച അല്ലെങ്കിൽ പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഒരുപാട് പുരോഗമനങ്ങൾ ഇവിടെ നടക്കേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ വിശേഷ ദിനങ്ങൾ, പ്രതിഷ്ഠാദിനം മിഥുനത്തിൽ പുണർന്നതാണ്. പിന്നെ എല്ലാ തിരുവാതിരയും ഇവിടെ വിശേഷമാണ്. അതുപോലെ ധനുമാസിലെ തിരുവാതിര 8 ദിവസത്തെ ഉത്സവം, ധനുമാസിലെ തിരുവാതിര, അതാണ് തിരുവാതിര ഉത്സവം. അതുപോലെ തന്നെ ശിവരാത്രി ഉത്സവം. അങ്ങനെ 2 ഉത്സവം, വർഷത്തിൽ 2 ഉത്സവമുണ്ട്. ശിവരാത്രി ഉത്സവം 3 ദിവസവും, തിരുവാതിര ഉത്സവം 8 ദിവസവും. പ്രധാന ഉത്സവം തിരുവാതിര ഉത്സവമാണ്. മറ്റേ ശിവരാത്രി ആഘോഷമായിട്ടുള്ള ഉത്സവമാണ്. ഇവിടെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഈ 3 ദിവസങ്ങളാണ്. ശംഖാഭിഷേകം എന്നുള്ള ഒരു വഴിപാടുണ്ട് ഇവിടെ. അസുഖങ്ങൾ വന്ന് ഇരിക്കുന്ന ആൾക്കാർക്ക് ശംഖാഭിഷേകം ചെയ്താൽ നല്ല അസുഖങ്ങളൊക്കെ മാറി സുഖപ്രാപ്തി ഉണ്ടാകുമെന്നും ആണ് ഐതിഹ്യം. അപ്പോൾ ശംഖാഭിഷേകം ഒരുപാട് ചെയ്യുന്നുണ്ട് ഓരോരോ ദിവസങ്ങളിലും. ദൂരെ നിന്നുള്ളവർക്കും അടുത്തു നിന്ന് വരുന്നവരും ചെയ്യിക്കുന്നുണ്ട്. ആ പഴമ നിലനിർത്തിക്കൊണ്ട് സൗകര്യങ്ങളോടുകൂടി ആധുനികത എന്ന് പറയുക, സൗകര്യങ്ങൾ, കൂടുതൽ ഭക്തന്മാർ, കേരളത്തിന് പുറത്തുള്ള നിരവധി ഭക്തന്മാർ വന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവർക്കുള്ള സൗകര്യങ്ങളും കൂടി ഒരുക്കി അതിൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ട് ഇത്തരം ക്ഷേത്രങ്ങൾ നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണെന്ന് കരുതുന്നു. അതിന് എല്ലാ ദേശവാസികൾ, അതല്ല വിദേശ എല്ലാ ആളുകളുടെയും ഒരു സപ്പോർട്ട് ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വളരെ വളരെ ഭംഗിയായി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗോപുരം, വിളക്കുമാടത്തറ, അതുപോലെ കൂത്തമ്പലം, പുതിയ കൂത്തമ്പലം ഉണ്ടാക്കേണ്ടതുണ്ട്. ഒരുപാട് നിർമ്മാണ പ്രവൃത്തികൾ തൃപ്രങ്ങോട് ക്ഷേത്രത്തിൽ ചെയ്യാറ്. ധാരാളം ഭക്തർ അവരുടെ വകയായിട്ട് സംഭാവനയായിട്ടും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യാറുണ്ട്. ഇനിയും ഒരുപാട് പ്രവൃത്തികൾ ഇവിടെ പുനരുദ്ധാര പ്രവൃത്തികൾ ചെയ്യേണ്ടതുണ്ട്. കാലപ്പഴക്കത്താൽ നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള തീവ്രമായ പ്രവർത്തനത്തിലാണ് കമ്മിറ്റിയും ദേവസ്വം ബോർഡും എല്ലാവരും കൂടി സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ എൻ്റെ പിറകിൽ കാണുന്നത് തിരൂർ ചമ്രവട്ടം റോഡ്, അതായത് നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന പ്രധാന ഒരു റോഡാണ്. ഈ റോഡിൽ നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക് ഒരു വഴി എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും ഒരു സ്വപ്നവും കൂടിയാണ്. പ്രത്യേകിച്ച് ശബരിമല മണ്ഡലകാലത്തെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തു നിന്ന് മാത്രമല്ല, നമ്മുടെ കർണാടക, മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് പോലും ഈ റോഡ് വഴി പാസ് ചെയ്യുമ്പോൾ, ഇതിൽ കൂടെ പോകുമ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വരാനും ദർശനം നടത്താനും എല്ലാം സാധ്യമാവും. വെട്ടത്ത് നാട്ടിലെ പ്രമുഖ ക്ഷേത്രമായ തൃപ്രങ്ങോട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും എല്ലാം നമ്മൾ ഈ അധ്യായത്തിൽ കണ്ടു. മലപ്പുറം ജില്ലയിൽ തന്നെ ഇനിയും തകർക്കപ്പെട്ട നിരവധി ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളുടെ കാഴ്ചകളൊക്കെ നമുക്ക് വരും അധ്യായങ്ങളിൽ കാണാം. അതുപോലെ തന്നെ തൊട്ടടുത്ത പാലക്കാടും തൃശ്ശൂരും അതുപോലെ കേരളത്തിൻ്റെ മറ്റ് എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലെല്ലാം ഞങ്ങൾ കടന്നു ചെല്ലും. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഞങ്ങൾ പങ്കുവയ്ക്കും. തകർക്കപ്പെട്ട മറ്റൊരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളുമായി അടുത്ത അധ്യായത്തിൽ കാണും വരേക്ക് നമസ്കാരം.